പ്രധാന വേദിയിൽ എന്ത് നടക്കുന്നു, മറ്റു വേദികളിൽ എന്തെല്ലാം നടക്കുന്നു, പോയിന്റ് പട്ടികയിൽ ഏത് തരത്തിലുള്ള ഒരു പോരാട്ടം ഉണ്ട് എന്നൊക്കെ അറിയാം. ആരാണ്? ലിഡിയ ജേക്കബ്. ലിഡിയ, ഏത് വേദിയിലാണുള്ളത്? ലിഡിയ, എന്താണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ച? എന്തൊക്കെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്നത്? ജിൽസി സൈഫു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശമാണ്, ഒരു ചെറുപൂരം തന്നെയാണ് തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞേ തീരൂ. നമ്മളുള്ളത് രണ്ടാമത്തെ വേദിയിലാണ്. രണ്ടാമത്തെ വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൃന്ദവാദ്യമാണ്. അല്പസമയം മുമ്പ് പരിചമുട്ട് കളിയായിരുന്നു നടന്നിരുന്നത്. വാശിയേറിയ പരിചമുട്ട് കളിയായിരുന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പരിചമുട്ട് കളിയിലുണ്ടായിരുന്നത്. അല്പസമയം മുമ്പ് വൃന്ദവാദ്യം തുടങ്ങി. വലിയ ജനക്കൂട്ടം, വലിയ സദസ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ വേദിയിൽ അരികിലേക്ക് നീങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്കധികം ആളുകൾ വേദിയുടെ അരികിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു വേദിയുടെ മാത്രം അവസ്ഥയല്ല എന്നുള്ളതാണ്. ജിൽസിയും സേഫും കണ്ടു കാണും. മൊത്തം ഈ 81 ഏക്കറുള്ള തേക്കിൻകാട് മൈതാനം മൊത്തം ഇത്തരത്തിൽ നിറയെ ആളുകളാണ്. അത് ഉച്ചയെന്നോ രാത്രിയെന്നോ ഒരു വ്യത്യാസവുമില്ല. പ്രത്യേകിച്ച് ഉച്ച സമയത്തൊക്കെ നല്ല വെയിലും നല്ല പൊടിയുമൊക്കെയാണ്. എന്നാൽ പോലും ആളുകൾക്ക് ഒരു കുറവുമില്ല. തൃശ്ശൂരുകാർ കലയെ അത്രയധികം സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ചെറിയ വിദ്യാർത്ഥികളെ, ഈ ചെറിയ കലാകാരന്മാരെ, കലാകാരികളെ തൃശ്ശൂർക്കാർ അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ 4 ദിവസങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 4 ദിവസവും അത്ര സജീവമായിരുന്നു ഈ കലോത്സവ നഗരി എന്ന് തന്നെ വേണം പറയാൻ. എല്ലാ സ്റ്റേജിലും വലിയ ആൾക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ചെറിയ ഇനങ്ങൾ പോലും തൊട്ട് വലിയ ഗ്ലാമർ ഇനങ്ങൾ വരെയാണ് നിറഞ്ഞ സദസ്സിൽ നടന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ്, ഇന്ന് സംഘനൃത്തം, ഏറ്റവും ഗ്ലാമർ ഇവന്റാണ് കലോത്സവത്തിലെ സംഘനൃത്തം. HSS വിഭാഗം സംഘനൃത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ വേദിയിൽ എന്നുള്ളതാണ്. അതിന് വലിയ ആൾക്കൂട്ടം തന്നെയാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ചു. സാധാരണഗതിയിൽ സംഘനൃത്തത്തിന് അങ്ങനെ തന്നെയാണ്, എല്ലാ വർഷവും വലിയ ആൾക്കൂട്ടമാണ്. കാരണം കലോത്സവത്തിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള, ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഇനമാണ് സംഘനൃത്തം എന്ന് പറയുന്നത്. അത് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നാടകം, HSS വിഭാഗം നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം HS വിഭാഗം നാടകം നടന്നിരുന്നു. മികച്ച മൂല്യമുള്ള നാടകങ്ങൾ, വലിയ നിലവാരം പുലർത്തിയ നാടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആളുകൾ കയ്യടികളോടെ ഈ കുട്ടികളെ സ്വീകരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ നാടകം, HSS വിഭാഗം നാടകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം വേദിയിൽ വൃന്ദവാദ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധ വേദികളിലായി വിവിധ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവസാനത്തോടടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ ഒട്ടുമിക്ക പരിപാടികളൊക്കെ തീരും. നാളെ ചെറിയ ചില മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ഈ ജില്ലകൾ തമ്മിലുള്ള മത്സരം, സ്കൂളുകൾ തമ്മിലുള്ള മത്സരം അത് വാശിയേറി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ജിൽസിയും സേഫും സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത് എന്നുള്ളതാണ്. ആദ്യ ദിനം തന്നെ കണ്ണൂരിന്റെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത് ഈ 4ാമത്തെ ദിവസത്തിലും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് കണ്ണൂർ പറയുന്നത്. 807 പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്തുണ്ട്. രണ്ടാം സ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോഴിക്കോടും തൃശ്ശൂരും തമ്മിൽ ഒരു വലിയ മത്സരമുണ്ടായിരുന്നു രണ്ടാം സ്ഥാനത്തിന് വേണ്ടി. ചില ദിവസങ്ങളിൽ തൃശ്ശൂർ രണ്ടാം സ്ഥാനത്തേക്ക് വരും, ചില ദിവസങ്ങളിൽ കോഴിക്കോട് രണ്ടാം സ്ഥാനത്തേക്ക് വരും. പക്ഷേ ഇന്ന് കളി മാറി എന്നുള്ളതാണ്. ഇന്ന് പാലക്കാടിന്റെ ഒരു മുന്നേറ്റം നമ്മൾ കണ്ടു. പാലക്കാട് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാടും തൃശ്ശൂരും ഒരേ പോയിന്റോടെ രണ്ടാം സ്ഥാനം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. എന്നാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ്. എന്തായാലും നാളത്തെ മത്സരങ്ങളും ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം. എന്തായാലും ആ പോരാട്ടം ഇഞ്ചോടിഞ്ച് കടക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനം പോയിന്റ് നിലയാണ്. അവിടേക്ക് നമ്മൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കാൻ തുടങ്ങുകയാണ്.